മറ്റു വാർത്തകളിലേക്ക്. വന്യജീവി ആക്രമണം തുടരുന്നതിനിടെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് ഇന്ന് വയനാട്ടിലെത്തും. കാട്ടാന ആക്രമണത്തിൽ മരിച്ച പടമല സ്വദേശി അജീഷ്, പാക്കം സ്വദേശി പോൾ, വാകേരി സ്വദേശി പ്രജീഷ് എന്നിവരുടെ വീടുകൾ സന്ദർശിക്കും. നാളെ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ജില്ലയിൽ ഉന്നതതല യോഗവും ചേരും. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിലും മന്ത്രി പങ്കെടുക്കും. അതേസമയം ആളെക്കൊല്ലി കാട്ടാന ബേലൂർ മഖ്നയെ മയക്കുവെടി വയ്ക്കാനുള്ള ദൗത്യം 12ാം ദിനത്തിലേക്ക് കടന്നു. ആന കർണാടക വനമേഖലയിൽ തുടരുകയാണ്. വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് CV ഷിബു ചേരുന്നു. ഷിബു, കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയുടെ ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെയാണ്? ബേലൂർ മഖ്ന ഇപ്പോഴും കർണാടക വനമേഖലയിൽ തന്നെയാണോ ഉള്ളത്? അതെ, തീർച്ചയായും ബേലൂർ മഖ്നയെ പിടികൂടാനുള്ള ദൗത്യം ഇത്രയും ദിവസമായി വിഫലമായിരുന്നു. കഴിഞ്ഞ 2 ദിവസമായി, അതായത് ഇന്നലെ രാവിലെ പുൽപ്പള്ളി, മരക്കടവ് പ്രദേശങ്ങളിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് കർണാടക വനമേഖലയിലേക്ക് മാറി. ഇപ്പോൾ കർണാടക വനത്തിനുള്ളിൽ ഉള്ളതായാണ് രാവിലെ 7:30 ലഭിച്ച റേഡിയോ കോളർ സിഗ്നലിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതനുസരിച്ച് ഏതു നിമിഷവും ചിലപ്പോൾ തിരികെ വരാം എന്നും അതിനാൽ ജാഗ്രത പാലിക്കണമെന്നും വനംവകുപ്പ് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും നിലവിലെ സ്ഥിതി അനുസരിച്ച് കർണാടക വനത്തിലാണ് തുടരുന്നത്. അതിനിടെ 2-3 സ്ഥലങ്ങളിൽ ഇന്നലെയും വന്യമൃഗ ആക്രമണങ്ങൾ ഉണ്ടായി. വളർത്തുമൃഗങ്ങളെ പിടികൂടിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും വന്യജീവികളുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യങ്ങളൊക്കെ നിലവിലുള്ള വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നതിനിടെയാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് ഇന്ന് വയനാട്ടിലെത്തുന്നത്. അദ്ദേഹം ആദ്യം വന്യമൃഗ ആക്രമണങ്ങളിൽ മരിച്ചവരുടെ വീടുകളായിരിക്കും സന്ദർശിക്കുക. അതിനുശേഷം നാളെയാണ് കൽപ്പറ്റ കലക്ടറേറ്റിൽ വെച്ച് യോഗം നടക്കുന്നത്. ഈ യോഗം നടക്കുന്ന സമയം തന്നെ നാളെ വലിയൊരു പ്രതിഷേധം കൂടി കൽപ്പറ്റയിൽ നടക്കുന്നുണ്ട്. മാനന്തവാടി രൂപതയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല എന്ന പേരിൽ 501 പേർ കലക്ടറേറ്റിന് മുമ്പിൽ ഉപവസിക്കും. രാവിലെ മുതൽ ഉച്ച കഴിയുന്നത് വരെ 3 മണിക്ക് 10,000 പേർ പങ്കെടുക്കുന്ന ഒരു വലിയ പ്രതിഷേധ പ്രകടനവും കൽപ്പറ്റ നഗരത്തിൽ ഉണ്ട്. ഇതിനിടയിലാണ് മന്ത്രി വരുന്നത്. ഏതായാലും നിർണായകമായ ചില തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം നേരത്തെ വനം മന്ത്രിയൊക്കെ പറഞ്ഞതുപോലെ വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രനും റവന്യൂ മന്ത്രി K രാജനും ഡൽഹി സമരത്തിന്റെ സമയത്ത്, ഡൽഹിയിൽ പോയ സമയത്ത് ഈ കേന്ദ്രമന്ത്രിയെ കണ്ട് വലിയൊരു നിവേദനം നൽകിയിരുന്നു. ആ നിവേദനത്തിൽ വിവിധ പദ്ധതികൾക്ക് കേന്ദ്ര സഹായം വേണമെന്നും നിയമ ഭേദഗതിയുടെ കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചിരുന്നു. അന്ന് അദ്ദേഹം ഇവർക്ക് ഉറപ്പ് നൽകിയത്, ഞാൻ ഒരിക്കൽ കേരളത്തിൽ വരാം, വയനാട്ടിൽ വരാം, വന്നതിന് ശേഷം നമുക്ക് വിശദമായി ചർച്ച ചെയ്യാമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. ഒരുപക്ഷെ ആ ഉറപ്പിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും, അതല്ലെങ്കിൽ ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടിയുണ്ട്. രാഹുൽ ഗാന്ധി വന്നു, ഗവർണർ സന്ദർശനം നടത്തി, പ്രതിഷേധങ്ങൾ കണക്കുകയാണ്. ഇങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി ഉണ്ട്. ഇത് രണ്ടും കണക്കിലെടുത്താണ് മന്ത്രിയുടെ സന്ദർശനം എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും മന്ത്രി എത്തുന്നതോടുകൂടി നിർണായകമായ ചില തീരുമാനങ്ങൾ കൂടി ഉണ്ടാകും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഷിബു, നേരത്തെ സൂചിപ്പിച്ച പോലെ വയനാട്ടിൽ ഈ വന്യജീവികളുടെ ആക്രമണവും അവയുടെ സാന്നിധ്യവും ഒക്കെ നിരന്തരമായൊരു സംഭവമായി മാറിയിരിക്കുകയാണ്. ഇന്നലെ ചുണ്ടേൽ ടൗണിൽ കാട്ടുപോത്ത് ഇറങ്ങിയതായ റിപ്പോർട്ടുണ്ടല്ലോ. എപ്പോഴാണ് ഈ കാട്ടുപോത്ത് ഇറങ്ങിയത്? അത് കാട് കയറിയോ? അതായത് അത് കോഴിക്കോട് മൈസൂർ കൊല്ലകൽ ദേശീയ പാതയാണിത്. നിരന്തരം വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന ദേശീയ പാതയാണ്. കൽപ്പറ്റ നഗരത്തിനടുത്ത ഒരു പ്രദേശം കൂടിയാണ് ചുണ്ടേൽ ടൗൺ. ഈ ടൗണിലാണ് ഇന്നലെ രാത്രി കാട്ടുപോത്ത് ഇറങ്ങിയത്. അല്പനേരം റോഡിൽ കൂടി നടന്ന കാട്ടുപോത്ത് പിന്നീട് തേയിലത്തോട്ടത്തിനുള്ളിലേക്ക് പോവുകയും തേയിലത്തോട്ടത്തിൽ നിന്ന് കാട് കയറിയെന്നാണ് അവിടുന്ന് പ്രദേശവാസികൾ പറയുന്നത്. ഏതായാലും അല്പനേരം ഗതാഗത തടസ്സം ഒഴിച്ചാൽ വേറെ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ ഏതു നേരവും കാട്ടുപോത്തുകൾ അവിടേക്ക് വരാമെന്നൊരു സാഹചര്യമുണ്ട്. 2 കാട്ടുപോത്തുകൾ ഉണ്ടായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത്. ചെമ്പ്ര പീക്ക് വിനോദസഞ്ചാര കേന്ദ്രമായ ട്രക്കിംഗ് നടക്കുന്ന ചെമ്പ്ര മലനിരകളിൽ നിന്നാണ് കാട്ടുപോത്ത് ചുണ്ടേൽ ടൗണിലേക്ക് ഇറങ്ങിയതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ശരി ഷിബു, ചുണ്ടേൽ ടൗണിൽ കാട്ടുപോത്തിന്റെ സാന്നിധ്യം ഉണ്ട്. അവിടെ കാട്ടുപോത്ത് കാട് കയറി എന്നാണ് ഏറ്റവും ഒടുവിൽ ഷിബു റിപ്പോർട്ട് ചെയ്യുന്നത്.